ആൾക്കാർക്ക് ഇമിഗ്രേഷൻ സംബന്ധമായിട്ട് സംശയങ്ങളുണ്ട്. PR കിട്ടുന്നതിനെ കുറിച്ചും മറ്റുള്ള ഇമിഗ്രേഷൻ മേഖലയിലുള്ള ഒരുപാട് നിയമങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങൾ എന്ത് വേണേലും നിങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് സംശയങ്ങൾ വേണേലും നിങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കാം. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു ഇമിഗ്രേഷൻ സോളിസിറ്ററെ ഒന്ന് സംസാരിക്കണം, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് സംസാരിക്കണം എന്നുള്ളത് അപ്പോയിന്റ്മെന്റ് എടുത്ത് 150 പൗണ്ട് കൊടുത്താൽ മാത്രമേ നോർമലി യുകെയിലുള്ള സോളിസിറ്റർ സംസാരിക്കുക പോലും ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എത്തരത്തിലുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും. സുരേഷ് അതിന് മറുപടി തരുന്നതായിരിക്കും. സുരേഷ്, താങ്ക് യു വെരി മച്ച് ടു കം ഹിയർ. സുരേഷ് ക്രോയിഡോണിൽ നിന്നാണ്. സുരേഷ്, താങ്ക് യു. നമസ്കാരം. ചോദിക്കാൻ അറിയുന്നത് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഒരു സംശയമുള്ളത്, ഇപ്പൊ നമ്മളിവിടെ വന്ന 5 വർഷം കഴിഞ്ഞ് ILRന്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് PR അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കുള്ളത് 18 years താഴെയുള്ള പിള്ളേരാണ്. ഹസ്ബൻഡും വൈഫും PR എടുത്തു. അതിനുശേഷം 1 year കഴിഞ്ഞ് നമ്മൾ പാസ്പോർട്ട് എടുത്ത് ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കിഡ്സ് സിറ്റിസൺഷിപ്പിലേക്ക് വരും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ILR അപ്ലൈ ചെയ്യും. ഇവിടെ ജനിച്ച കുട്ടികളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിറ്റിസൺഷിപ്പ് കിട്ടും. അതല്ലെങ്കിൽ ഇവർക്ക് ഈ കുട്ടികൾക്കും PR എടുക്കണം. കുട്ടികൾക്കും പാരൻസിന്റെ കൂടെ PR എടുത്തിട്ട് മാത്രമേ നാച്ചുറലൈസേഷൻ ചെയ്യാൻ പറ്റും. കുട്ടികൾ ഇവിടെ ജനിച്ച കുട്ടിയാണെങ്കിൽ ILR എടുക്കണ്ട, നേരെ സിറ്റിസൺഷിപ്പിൽ പോകാം. പക്ഷെ ഇവിടെ ജനിക്കാതെ പാരൻസിന്റെ കൂടെ വളർന്ന കുട്ടികളാണെങ്കിൽ ILR എടുത്ത ശേഷം മാത്രമേ നാച്ചുറലൈസേഷൻ. മണ്ണുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ ജനിച്ച കുട്ടികൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ. മിസ്റ്റർ ഇമിഗ്രേഷൻ സോളിസിറ്റർ മിസ്റ്റർ സുരേഷുമായിട്ട് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. സാർ നമസ്കാരം. എനിക്കൊരു ഡൗട്ടുള്ളത്, ഈ 10 വർഷം എടുക്കും PR കിട്ടാനുള്ള ഒരു പുതിയ ന്യൂസ് വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് ആർക്കും അറിയില്ല. ഇനി അങ്ങനെ ആയാൽ ഇവിടെ ഉള്ള റെസിഡൻസിനെ PR എടുക്കാത്ത ഇപ്പം പുതിയതായിട്ട് വന്ന 2-3 വർഷമായ ആൾക്കാരെ, ഇവർ NHS വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ പബ്ലിക് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബാധിക്കുമോ? അത് ബാധിച്ചാൽ അത് എങ്ങനെ ബാധിക്കും? അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ എന്തെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്നാണ്. വരാത്തൊരു നിയമമാണ്. കാരണം അതൊരു വൈറ്റ് പേപ്പറിലെ സജഷൻ മാത്രമല്ല, വന്നിട്ടില്ല ആവുന്നത്. പക്ഷെ വരാനുള്ള സാധ്യതകൾ റെട്രോസ്പെക്റ്റീവ്ലി കുറവാണ്. ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആളുകൾക്ക് ആ 10 വർഷം ആക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അതിലൊരു നിയമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് PR ആവാൻ നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കും 5 വർഷമായിട്ട്. അയാളെ ആ നിയമത്തിന് ലോജിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ PR വേറെ രീതിയിൽ മാറ്റാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അത് നിങ്ങളുടെ സാലറി, ഏജ്, അതുപോലെ തന്നെ ഒരുപാട് മൈഗ്രൻസ് ജെനുവിനല്ലാതെ ജോലിക്കായിട്ട് വന്നിട്ടുണ്ട്. വെറുതെ ഇപ്പോ ഇപ്പോഴത്തെ റൂള് പ്രകാരം നമ്മള് 5 വർഷത്തോളം നിന്നു. ലാസ്റ്റ് 3 monthsന്റെ 1 monthന്റെ പേ സ്ലിപ്പും ടാക്സ് എംപ്ലോയർ ലെറ്ററും ഉണ്ടെങ്കിൽ PR അടിക്കാനുള്ള ഇപ്പോഴത്തല്ലോ. ചിലപ്പോ അത് ടൈറ്റാണ്. ആ 5 വർഷത്തെ പേ സ്ലിപ്പും P60 ഒക്കെ ആക്കിയിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് ജെനുവിനല്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് PR-ന് വേണ്ടിയിട്ട്. വെറുതെ IT കമ്പനികളിലും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും ജെനുവിനായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ ഈ നിയമം അഫക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെ അവര് ചിലപ്പോൾ ഇങ്ങനെ പറയും, ഏൺഡ് സിറ്റിസൺഷിപ്പ്, ഏൺഡ് PR എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ, ഞങ്ങൾ PR തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജെനുവിനല്ലാതെ 4 വർഷവും ജോലി ചെയ്യാതെ 5ാമത്തെ വർഷം ആവുമ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ അടുത്ത് കയറി 1 മാസം പേ സ്ലിപ്പ് കൊണ്ടുവരുന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ 10 വർഷം വന്ന ആളുകളെ ആക്കാന്ന് പറഞ്ഞാൽ അതൊരു കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് തന്നെയുണ്ട്.
മറ്റേ ഹൈലി സ്കിൽ മൈഗ്രന്റ് കേസിലുണ്ട്. അതുപോലെ തന്നെ അത് പ്രാക്ടിക്കൽ അല്ല, ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ ലോ, കോമൺ സെൻസ് ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഏൾഡ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഏൾഡ് PR അതിന്റെ കുറെ പ്രൊവിഷൻസ് വരുമ്പോൾ ജനുവിനല്ലാത്ത PR ഇപ്പൊ ഈവൻ നിങ്ങൾ ഒരു വർഷം ഒരു സിക്ക് ലീവിൽ വന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരോട് ചിലപ്പോൾ പറയും 1 year കഴിഞ്ഞിട്ട് വന്നാൽ മതി, 6ാമത്തെ വർഷം അപ്ലൈ ചെയ്തോളാൻ പറയാൻ വേണ്ടിയുണ്ട്. അതാണ് എന്റെ ഒരു അസംഷൻ. അല്ലാതെ ഈ റിട്രോസ്പെക്റ്റീവില് വരാനുള്ള സാധ്യതകൾ കുറവാണ്. സാർ നമസ്കാരം. ഇപ്പൊ ഈ സാധാരണ വൈദ്യുതി മധ്യച്ച് ഒരു കാരണമായിട്ട് 3 വർഷത്തെ വിസ, 5 വർഷത്തെ വിസ, അങ്ങനെ 2 വിസകളുണ്ട്. ഈ 5 വർഷത്തെ വിസയ്ക്ക് വന്നിരിക്കുമ്പോൾ 5 വർഷം പൂർത്തിയാകാറായിരിക്കും. 5 വർഷത്തെയാണ് ഏതാണെങ്കിൽ പിന്നീട് നമ്മൾ പുതിയ വിസ എടുത്ത് 5 വർഷം പൂർത്തിയായതിനു ശേഷമാണ് നമുക്ക് ഏതാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതോ ഈ ഫസ്റ്റ് വിസ 5 വർഷം ഉള്ളവർ ഒരു 4 9 വർഷമായി കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ എൻട്രി ചെയ്യുന്ന ഡേറ്റ് മുതൽ 5 വർഷം കൗണ്ട് ചെയ്യുന്നത്. അതല്ലാതെ 10 വർഷം എൻട്രി ഡേറ്റിൽ ഒരു കാലഘട്ടം എടുക്കും. നിങ്ങളുടെ 2020 ഓഗസ്റ്റിലാണ് വന്നെങ്കിൽ 2025 ജൂലൈയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂൾ. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, ഹായ് സാർ. ഇപ്പോ ഒരു അവര് ഓൾറെഡി PR അപ്ലൈ ചെയ്തവർക്ക് PR കിട്ടും, പിള്ളേര് PR എടുത്തിട്ടില്ല. അപ്പോ ഈ അപ്പനും അമ്മയ്ക്കും PR കിട്ടി 1 വർഷത്തിന് ശേഷം പിള്ളേർക്ക് ഡയറക്റ്റ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്? അത് കൂടുതലും ഇവിടെ ജനിച്ച കുട്ടികൾക്കാണ്. അത് ഇവിടെ ജനിച്ച കുട്ടിക്ക് വിതൗട്ട് PR അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പോ സിറ്റിസൺഷിപ്പില് അതിന്റെ കുറെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് പണ്ടുണ്ടായിരുന്നു പാരന്റ്സ് സിറ്റിസൺ ആയി, പാരന്റ്സ് ബ്രിട്ടീഷ് ആയി, കുട്ടികളെ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, 1 clause 3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുട്ടികളുടെ ഏജ്, കുട്ടികളെ ഇവിടെ എന്തിനു പഠിക്കുന്നു, എത്ര നാളായി, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ എപ്പോഴും ആ സെറ്റിൽമെന്റിന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് 100% കിട്ടാൻ നല്ലത്. ഇവിടെ ജനിക്കാത്ത കുട്ടികൾ, ഇവിടെ ജനിച്ച കുട്ടിയാണെങ്കിൽ അതിന്റെ പ്രശ്നമില്ല. ജനിക്കാത്ത കുട്ടികളിൽ ഇപ്പൊ ഒരു ഗൈഡൻസ് ചേഞ്ച് വന്നിട്ടുണ്ട്. അവര് PR എടുത്തിട്ട് തന്നെ പോകണമെന്നുള്ള കുറെ കേസ് വന്നിട്ടുണ്ട്. കിട്ടാറില്ല. പണ്ടതുണ്ടായിരുന്നു, അപ്പൊ അതൊരു റീസൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഷോർട്ടേജ് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ വെദർ യുവർ ജോബ് ഈസ് ഇൻ ദ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ്. ഇപ്പൊ അത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ മാറ്റി ISL എന്നുള്ളത് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ആയി. നിങ്ങൾ എടുത്ത സമയത്ത് എന്തായിരുന്നു ഷോർട്ടേജ് ഓക്യുപ്പേഷനിലെ സാലറി, അത് മതി. PR ആവുമ്പോൾ അത് കൂട്ടണം എന്ന് പറയാൻ പറ്റില്ല. ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ജോബിന് PR അടിക്കുമ്പോൾ എന്തായിരുന്നു എടുത്ത സമയത്തെ സാലറി, അത് തന്നെ മതി എന്ന് പറയുന്നത്. പിന്നെ കൂടി എന്ന് പറഞ്ഞ് ഷോർട്ടേജ് ഓക്യുപ്പേഷനിൽ നിന്ന് ആ ജോബ് മാറി എന്ന് പറഞ്ഞ് അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, സുരേഷ്, ഇവിടെ ഒരുപാട് മലയാളികൾ, ഒരുപാട് മലയാളി ഫിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പലർക്കും സംശയമുണ്ട് അവർക്ക് വിസ കൊടുക്കാവോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തുടങ്ങുന്ന ഹോട്ടലുകൾ, അതുപോലെ ഗ്രോസറി ഷോപ്പുകൾ, അവർക്ക് വിസയ്ക്ക്, അതായത് COS ഇഷ്യൂ ചെയ്യാനുള്ള ആ പ്രൊസീജിയർ എന്താണ്, അവർക്ക് ചെയ്യാൻ പറ്റുമോ? അത് ജെനുവിനായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്പോൺസർ ലൈസൻസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. സ്പോൺസർ ലൈസൻസ് കൊടുത്ത് ആ സ്പോൺസർ ലൈസൻസ് പ്രകാരം ഗ്രാജുവേറ്റ് റൂട്ടിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആയവർക്കൊക്കെ മാറുന്നതിന് തടസ്സമൊന്നുമില്ല. ഇപ്പോഴും ജെനുവിനായിട്ടുള്ള ബിസിനസ് ആണ്. അവിടെ ഒരു വേക്കൻസി നമുക്ക് കാണിക്കാൻ പറ്റും. കിട്ടാതിരിക്കാൻ യാതൊരു മാർഗമില്ല, കിട്ടുന്നുണ്ട്. ഓക്കെ, ഹലോ, ഒരു ഡൗട്ട്. നമുക്ക് ഈ സ്കിൽഡ് വർക്കിന് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇപ്പം നാട്ടിൽ നമ്മുടെ പേരൻസിനെ ഇങ്ങോട്ട് സെറ്റിൽ സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവരാൻ എന്താണ് വഴിയുള്ളത് എന്ന് വെച്ചാൽ വിസിറ്റിംഗ് വിസ നമുക്ക് 6 month കിട്ടും. ഇപ്പം ഒരു പേരൻ്റേ ഉള്ളൂ, ഒരു അമ്മ മാത്രമല്ല, അപ്പം മരിച്ചു അമ്മ മാത്രമല്ല, വേറെ മക്കളൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ മുന്നേ കുറെ ആൾക്കാർ ഇവിടെ അവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പീൽ ചെയ്തിട്ടൊക്കെ ചെയ്ത് കിട്ടിയ കേസുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അത് അഡൽട്ട് ഡിപ്പെൻഡന്റ് റിലേറ്റീവ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ADR പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റിലായാലാണ് അത് കൂടുതൽ എളുപ്പം കിട്ടാനായിട്ട്. ഈവൻ PBS ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാം. പക്ഷെ നിങ്ങളത് പ്രൂവ് ചെയ്യണം. അവർക്ക് അവിടെ ആരും ഇല്ലെന്നും
അവരുടെ ഡെയിലി ലൈഫിൽ വേറൊരാളുടെ പരസഹായം ഇല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ ഹെൽത്ത് വൈസ് പറ്റില്ല എന്നും അങ്ങനെ പരസഹായം നാട്ടിൽ അവർക്ക് ലഭിക്കാൻ യാതൊരു മാർഗമില്ല എന്നും കാണിക്കും. അത് ടഫാണ്. പക്ഷെ അപ്പീലും അങ്ങനെയൊക്കെ നടത്തി ജുഡീഷ്യറിയൊക്കെ നടത്തി കിട്ടിയ കേസുകളുണ്ട്. പക്ഷെ കൂടുതലും അത് കിട്ടുന്നത് PR-ലുള്ള ആളുകളുടെ ഡിപ്പെൻഡൻസിനാണ്. ഈ മറ്റേ സ്കിൽഡ് വർക്കേഴ്സിന് വളരെ റയർ സിറ്റുവേഷനിൽ അത്രമാത്രം ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, നിങ്ങൾക്കൊരു ബ്രദർ ഉണ്ടെന്ന് വയ്ക്കുക. ആ ബ്രദർ മെന്റലി റിട്ടാർഡാന്ന് വയ്ക്കും, നാട്ടിൽ ഒറ്റയ്ക്കാണ്, അച്ഛനും അമ്മയും മരിച്ചുപോയി വെള്ളപ്പൊക്കത്തിലോ എന്തെങ്കിലും, അയാൾക്ക് ഓട്ടീസം ഉണ്ടെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിലാണ് അത് കിട്ടുക. പക്ഷെ നിങ്ങളുടെ ബ്രദറിന് നിങ്ങൾക്ക് അഡൽട്ട് ഡിപ്പെൻഡന്റ് റിലേറ്റീവ് ആയി കൊണ്ടുവരാം. അപ്പൊ നിങ്ങളുടെ ബ്രദറും ഫാദറും മദറും അവിടെ ജീവിക്കുന്നു. ബ്രദറും ഫാദറും ഒരു ആക്സിഡന്റിൽ മരിച്ചു, മദറിന് ഒറ്റയ്ക്ക് തളർന്ന് കിടക്കുകയാണ്. അങ്ങനെ കുറെ ക്രൈറ്റീരിയയിലാണ് അത് കിട്ടുള്ളൂ. അല്ലാതെ ഹെൽത്തി ആയിട്ട് വളരെ യങ് ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കിട്ടാൻ പാടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾക്കിപ്പം ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള പേരൻസ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ചിൽഡ്രൻസിന് ഇപ്പൊ ഡിപ്പെൻഡൻസ് വെക്കുമ്പോൾ കുറെ പേർക്ക് റിഫ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ചിൽഡ്രൻസ് അത് ഒരുപാട് കേസുകൾ ഞാൻ ഇവിടുന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. പലരും സ്വയം വെച്ചിട്ട് അത് റെഫ്യൂസ് ചെയ്യാണ്. അതിൽ 2-3 കാര്യങ്ങൾ സോൾ റെസ്പോൺസിബിലിറ്റി പ്രൂവ് ചെയ്യണം. സോൾ റെസ്പോൺസിബിലിറ്റി ഡൈവോഴ്സ് ഓർഡർ കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആവില്ല. അതിനൊരു സെപ്പറേറ്റ് കോർട്ട് ഓർഡറും വേണം. അതോടൊപ്പം തന്നെ ഈ മദറിന്റെ ചെലവിലാണ് ഈ കുട്ടി ജീവിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. എങ്കിൽ മാത്രമേ നടക്കൂ. ഓക്കെ. എന്റെ ക്വസ്റ്റ്യന് ഇപ്പൊ ഒരു പേരന്റ് ഒരു സിംഗിൾ അല്ല ഒരു ഇപ്പൊ മദർ മാത്രം ഇവിടെ വന്നൊരു സ്കിൽഡ് വർക്കില് ആഫ്റ്റർ ഒരു 1 or 2 year കഴിഞ്ഞാണ് ഹസ്ബൻഡും ചിൽഡ്രനും വന്നത്. അപ്പൊ എനിക്കൊരു ILR കിട്ടി, എനിക്ക് PR കിട്ടി, ചിൽഡ്രനാണ് എബൌട്ട് 40 യൂണിവേഴ്സിറ്റി. അപ്പം അവരുടെ സ്റ്റഡീസിനെ എങ്ങനെ ബാധിക്കും? ഫോർ എക്സാമ്പിൾ ഫീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ PR കിട്ടുമോ? കംപ്ലീറ്റ് 5 years ഓൾഡ്. അതെ, PR കിട്ടണമെങ്കിൽ ഇപ്പോൾ ഡിപ്പെൻഡൻസും 5 year കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങള് ഹസ്ബൻഡും കുട്ടിയും 2ാമത്തെ വർഷമാണ് വരുന്നതെങ്കിൽ അവർക്ക് 5ാമത്തെ വർഷമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പക്ഷെ അവരെ ഏജ് 18-ന് മേലെ പോയി എന്നുള്ള പ്രശ്നമല്ല. പക്ഷെ 5 വർഷം അവരും കംപ്ലീറ്റ് ചെയ്യണം. അതുവരെ എനിക്ക് തോന്നുന്നു അവർ ഫോറിൻ സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറി ആ രീതിയിലുള്ള ഇതേ കിട്ടുള്ളൂ. പബ്ലിക് ഫണ്ട്സ് കിട്ടില്ലല്ലോ. ഈ യൂണിവേഴ്സിറ്റിയുടെ ഇതൊക്കെ പബ്ലിക് ഫണ്ട് അല്ല. PR കിട്ടിയ ശേഷമാണ് മകൻ അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പാസ്പോർട്ടില് സർനെയിം എത്ര ഇമ്പോർട്ടന്റ് ആണ്? കാരണം നമ്മൾ ഡെത്തൊക്കെ ഉണ്ടാകുന്ന പാസ്പോർട്ടില് സർനെയിം ഇല്ലാത്ത അത് നിർബന്ധമുള്ള കാര്യമല്ല. സർനെയിം വേണമെന്ന് നിർബന്ധമില്ല. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഗിവൺ നെയിം മാത്രമുള്ളൊരു സർനെയിമിന്റെ സ്ഥാനത്ത് ആ ഗിവൺ നെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞാല് ഞാനിപ്പോ സർനെയിം ഇല്ല, എനിക്കൊരു സിംഗിൾ പേരന്റ് ഗിവൺ നെയിമായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നതെങ്കിൽ അവരത് ഡബിൾ നെയിമായിട്ടാണ് എഴുതി വരുന്നത് എല്ലാ ഡോക്യുമെന്റിലും. അപ്പൊ എന്റെ പേര് ലിസീസാമെന്നാണെങ്കിലും ലിസീസാം എന്നാണ് എല്ലാ ഡോക്യുമെന്റിലും. അപ്പൊ എനിക്ക് ഈ വിസയില് അത് പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ വന്നു. എനിക്ക് ഇതൊരു സ്റ്റിൽ അത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അവർക്ക് ലെറ്റർ എഴുതി കറക്റ്റ് ചെയ്യാവുന്നതാണ് സിറ്റുവേഷൻ. നോ നീഡ് ടു ചേഞ്ച്. താങ്ക് യു. ഇതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. പാസ്പോർട്ടിന്റെ ഇഷ്യൂ വന്നപ്പം ഇപ്പൊ ഈ സർനെയിമും ഗിവൺ നെയിമും ഇല്ലാത്ത ആൾക്കാര് സർനെയിമും ഗിവൺ നെയിമും സെപ്പറേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞാൽ അവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ പാസ്പോർട്ട് എടുത്ത ആൾക്കാരിൽ ഇപ്പം ഒരു സർനെയിമും ഗിവൺ നെയിം ഒറ്റയ്ക്ക് ഗിവൺ നെയിം കിടക്കുവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അപ്പം സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്ത് അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് 2ാമത് ഓട്ടോമാറ്റിക് നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്താൽ അത് അപ്ലോഡ് ആവുകയാണ്, അത് വെരിഫൈ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡോക്യുമെന്റ് ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാത്തിലും സർനെയിമും മാൻഡേറ്ററി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം സർനെയിം ഗിവൺ നെയിം മാത്രമുള്ള ആൾക്കാർക്ക് ഇപ്പൊ സർനെയിം ഇല്ലാത്ത ആൾക്കാർക്ക് ഓൺലൈൻ ചെക്ക് ചെയ്താൽ ലൈസൻസ് കാണാൻ പറ്റില്ല. അങ്ങനെ കുറെ കേസുകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ലേ? അത്
ശരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നതിന് ഇന്ത്യൻ നിയമപ്രകാരം പ്രശ്നങ്ങളില്ലേ? ഗസറ്റിലൊക്കെ അഡ്വർടൈസ് ഇല്ല അവർക്ക് നമ്മളെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണം, അതല്ലെങ്കിൽ ഗസറ്റിലുള്ള ഈവൻ കല്യാണം കഴിച്ചോ ആ ഒരു വിഷയമല്ല. നോർമലി പാസ്പോർട്ട് എടുത്തപ്പോഴേ ഈവൻ നെയിമായിട്ട് അങ്ങനെ കൊടുത്ത് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലും. അത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ PRP സ്കാൻ ചെയ്തിട്ട് വിസ ചെയ്യല്ല. വിസ ആപ്ലിക്കേഷൻ റിന്യൂവൽ ചെയ്യുമ്പോൾ അതില് മാച്ച് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പിന്നെ പുതിയ പാസ്പോർട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ശരിയാവും. അയച്ചു കൊടുക്കാൻ അവര് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. അവരെ വിളിച്ചത് ടെക്നിക്കൽ പ്രോബ്ലമാണ്. ഓക്കെ, അതൊരു വേറെ ഇഷ്യൂ വരും. പിന്നെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ അതായത് ഇപ്പം UK ഒരാളുടെ പേരിൽ ഉള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഇന്ത്യയിൽ, അതായത് നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഒരു വിൽപ്പനയോ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആ വസ്തുവിൻ്റെ വിൽപ്പനയും അതിൻ്റെ എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ പവർ ഓഫ് അറ്റോർണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വിശദീകരണം ഒന്ന് പറയാം. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് അത് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എംബസി പോയി സൈൻ ചെയ്യണം. അതായത് പവർ ഓഫ് അറ്റോർണി ഡ്രാഫ്റ്റ് ചെയ്ത ശേഷം ഇന്ത്യൻ എംബസിയിൽ പോയി 2 വിറ്റ്നസിനെ കൊണ്ടുപോയി അവരെ മുന്നിൽ സൈൻ ചെയ്താലേ അവിടെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഇവിടുത്തെ സോളിസിറ്ററിന് മുന്നിൽ സൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടറി പബ്ലിക്കിന്റെ മുന്നിൽ സൈൻ ചെയ്തിട്ട് എന്നാലും ഇന്ത്യൻ എംബസി അത് കൗണ്ടർ സൈൻ ചെയ്യണം. അപ്പൊ ഇന്ത്യൻ എംബസി ഒന്നുകിൽ 2 വിറ്റ്നസിനെ കൊണ്ട് ചെല്ലണം, അതല്ലെങ്കിൽ ഒരു നോട്ടറിയുടെ മുന്നിൽ സൈൻ ചെയ്തിട്ട് ഈ ഡോക്യുമെന്റ് ഒന്ന് അവർ സൈൻ ചെയ്ത് തന്നാലാണ് ഇന്ത്യയിൽ ഇത്തരം ഡോക്യുമെന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് നാട്ടിലൊരു നോട്ടറിയുടെ ഇതിലൊരു പവർ ഓഫ് അറ്റോർണി മേക്ക് ചെയ്തിട്ട് അതിന്റെ സംഭവം ഇവിടേക്ക് അയച്ചു തന്നാൽ ഇവിടുത്തെ എംബസിയിൽ അത് സൈൻ ചെയ്യണം, വിറ്റ്നസ് സൈൻ ചെയ്യണം, സ്റ്റാമ്പ് പേപ്പറിൽ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഇന്ത്യൻ എംബസി പോയി കോൺസൽ സർവീസ് ബുക്ക് ചെയ്ത് അവിടെ സ്റ്റാമ്പ് ചെയ്യണം. ഓക്കെ സുരേഷ്, കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ആൾക്കാർ ഒരുപാട് ചോദിക്കുന്നതാണ്, എസ്പെഷ്യലി നേഴ്സുമാർ ചോദിക്കുന്നതാണ്. നമ്മളിപ്പം ഇവിടെ NHS ജോലി കിട്ടണോ, ബാൻഡ് 5 ആയിട്ട് നമ്മുടെ നാട്ടിൽ റിക്രൂട്ട് ചെയ്യണോ, പക്ഷെ 2 വർഷം കഴിയുമ്പോഴത്തേക്കും അവര് മറ്റൊരു ട്രസ്റ്റിലേക്ക് മൂവില്ല. പക്ഷെ ഇവര് പെനാൽറ്റി പറയുന്നുണ്ട്, പക്ഷെ ലീഗലി അതിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അത് എത്രമാത്രം കറക്റ്റ് ആണ്? പിന്നെ രണ്ടാമതൊരു കാര്യം വെച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ല, ഇവിടെ UK വന്നിരിക്കുന്ന പല മലയാളീസും ഇത്ര നമുക്കറിയാമല്ലോ PR കിട്ടണമെന്നുണ്ട് ഇത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം. അതിൽ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ UK വിട്ട് നിൽക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഈ അടുത്ത നാളുകളിൽ ഒരുപാട് സിക്ക് പിടിച്ചിട്ട് റിന്യൂ ചെല്ലുമ്പോൾ സംഗതി പല ട്രസ്റ്റുകളും അവർക്ക് വിസ റിന്യൂ ചെയ്യുന്നില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കഥകത്താണ്. നമുക്ക് ലീഗലായിട്ട് ഇത്തരത്തിൽ വിസ റിന്യൂ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകും. 3 കാര്യം. അതൊന്ന് ഇതാണ് കോമ്പൻസേഷൻ ചോദിക്കുന്നു നമ്മളല്ല, പക്ഷെ അത് ലീഗലി നിലനിൽക്കില്ല. ഒരാളുടെ ജോലി മാറി വേറൊരു ജോലി കണ്ടെത്തി മറ്റേ എംപ്ലോയർ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു കേസ് കണ്ടിട്ടില്ല. സോ അത് നടക്കില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം എത്ര ഗ്യാപ്പ് എന്നുള്ളത്, ടോട്ടൽ 182 ഡേയ്സിൽ കൂടുതൽ മാറി നിൽക്കാൻ പാടില്ല 5 ഇയേഴ്സിൽ. കണ്ടിന്യൂസ്ലി 90 ഡേയ്സിൽ കൂടുതൽ മാറി നിൽക്കാൻ പാടില്ല. അതിൽ എക്സെപ്ഷൻ ഒരു 250 വരെയൊക്കെ മെഡിക്കൽ അങ്ങനെ കമ്പാഷനേറ്റ് ഒക്കെ കൊടുക്കും. ടോട്ടൽ 182, കണ്ടിന്യൂസ് ആയിട്ട് 90 ഡേയ്സ്. ഇതാണ് PR-ന്റെ. ഇതിന്റെ മൂന്നാമത്തെ എന്താ ചോദിച്ചത്? മൂന്നാമത്തെ കാര്യം ഈ സിക്ക് ലീവ് വിളിച്ചിട്ട് COS. ഓക്കെ, അത് COS കൊടുക്കാത്തതിനെതിരെ ലീഗലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എംപ്ലോയറെ ഇഷ്ടമാണ്. അത് എംപ്ലോയർ പറയണ എനിക്ക് താല്പര്യമില്ല, COS ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി നമുക്കൊന്നും ചെയ്യാനില്ല. അടുത്ത സ്ഥലം നോക്കാന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ജോലി ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് നമുക്ക് ഇല്ലാത്ത ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ആ സ്റ്റാൻഡ് എടുക്കാം. ഓക്കെ, നമസ്കാരം സർ. എത്ര വർഷം എടുക്കും നമ്മൾ പിന്നെ? ഓക്കെ, നിങ്ങളിവിടെ വന്ന ശേഷം 5 വർഷം, എൻട്രി ഡേറ്റ് മുതൽ 5 വർഷം, അതിന് 28 ഡേയ്സ് മുമ്പ് അപ്ലൈ ചെയ്യും. അതിന് എത്ര ചെലവ്? അതിപ്പോ 3000 രൂപയുണ്ടല്ലേ ആപ്ലിക്കേഷൻ ഫീസ് ഒരാൾക്ക്. 3000 അല്ല, ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ 2830 ഇൻറ്റു എത്ര പേരുണ്ടോ അവർക്ക് സെയിം ചാർജ്.
അത് കഴിഞ്ഞിട്ട് എത്ര ആളായിട്ട് പി ആർ കൊടുക്കണം? PR അല്ല സിറ്റിസൺഷിപ്പ് അത് 1 year ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഈ 1,00,000 സൈനുകൾ ചെയ്തു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഈ വൈറ്റ് പേപ്പറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിന് ഏറെക്കുറെ 1,00,000 മേലെ സൈൻ വന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിനകത്ത് ഒരു റിപ്ലൈ മെയിൽ ഈവൻ കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നത് PR ഈസ് എ പ്രിവിലേജ്, ഇറ്റ്സ് നോട്ട് എ റൈറ്റ് എന്നുള്ള രീതിയിലാണ് അവർ മെയിൽ, എനിക്ക് ആ മെയിൽ കിട്ടിയതാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് 2013 അപേക്ഷിച്ചിട്ട് 2023 അപേക്ഷിച്ചിട്ട് 2024 അറൗണ്ട് 35% ഇൻക്രീസ് ആണ് ഈ പറയുന്ന PR വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വന്നിരിക്കുന്നത്. ഇനി കമ്മിങ് ഇയേഴ്സിൽ അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ അത് വീണ്ടും അവര് മോണിറ്ററിംഗ് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് റിപ്ലൈ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ എന്തെങ്കിലും ശുഭപ്രതീക്ഷ ഉണ്ടോ നമ്മുടെ ഈ പറയുന്ന ടയർ 2 വിസയിൽ ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഒരു PR 5 year എന്നുള്ളത് 10 yearലേക്ക് ആക്കാതിരിക്കും എന്നുള്ള എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് വകയുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് 95% സാധ്യത അതിന് തന്നെയാണ്. കാരണം ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആളുകളെ അത് പാലിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രപ്പോസൽ അല്ലേ, നിയമമല്ലല്ലോ. നിയമം ആയിട്ടില്ല, അത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പക്ഷെ അത് എക്സിസ്റ്റിംഗ് ആളുകളെ ബാധിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കുറവായിരിക്കും. ഇനി ഇൻ കേസ് ഇപ്പം അവർക്ക് വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ 1 year കഴിഞ്ഞ് അടുത്ത ഇയറിലെ ഏറെക്കുറെ 35% മേലെ ഇൻക്രീസ് ആണ് PR സബ്മിഷൻസിന് വേണ്ടി വരുന്നത്. ഇവിടുത്തെ പബ്ലിക് സർവീസസ് എല്ലാം അതിനനുസരിച്ച് ഭയങ്കര ക്രൈസിസ് നേരിടുന്നുണ്ടെന്നുള്ള എല്ലാ റിപ്ലൈ മെയിലിൽ വ്യക്തമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു കേസ് നമുക്ക് ഇപ്പോൾ ഇൻ കേസ് അത് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലോ ആയിട്ട് പാസ്സാകാതെ അതിന് മുമ്പ് ഒരു വൈറ്റ് പേപ്പർ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അടുത്തൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. ഏതായാലും ഇതൊന്നെങ്കിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യുകയോ പബ്ലിക് ഒപ്പീനിയനിലേക്ക് പോവുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് വരുമ്പോൾ നമുക്ക് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാവുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കിങ്ങിന്റെ സൈനോട് കൂടി ഇത് നിയമമായി വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇത് EU ഒരു എക്സിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിലാണ് ആദ്യം വന്നത്. അതിനുശേഷം ഒരുപാട് 2 പ്രാവശ്യം റഫറൻഡം നടത്തിയ ശേഷമാണ് EU പോണെന്ന് തീരുമാനമായത്. അതുപോലെ ഇത് ഇങ്ങനെ ഒരു തീരുമാനം വന്നതിന് ഇതിനെ കുറിച്ച് പബ്ലിക് ഒപ്പീനിയൻസും കാര്യങ്ങളും പാർലമെന്റിലെ ഡിബേറ്റും കഴിഞ്ഞ ശേഷം മാത്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് വന്ന് അത് ഡിസ്കസ് ചെയ്ത് അത് എല്ലാവരും അപ്രൂവ് ചെയ്ത ശേഷം ഇത് ലോ ആവുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ PR എന്ന് പറയുന്നത് കുറച്ച് ടഫ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഘടകങ്ങൾ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതായത് ഇത്രയും നമ്പർ ഓഫ് ആളുകൾക്ക് പെട്ടെന്ന് കൊടുക്കാതിരിക്കാനായിട്ട് അത് സ്ട്രിക്റ്റ് ആക്കും. പഴയതുപോലെ ലാംഗ്വേജ് ഒക്കെ ഡിപ്പെൻഡൻസിന്റെ ഒക്കെ B2, അതായത് ഹയർ ലാംഗ്വേജ് ടെസ്റ്റുകൾ വരാം, പിന്നെ സാലറി ത്രെഷോൾഡ്സ് വരാം, പിന്നെ എല്ലാ വർഷത്തെയും ശമ്പളത്തിന്റെ കണക്ക് വരാം, അവരുടെ P60 പേ സ്ലിപ്സ് ഒക്കെ പരിശോധിക്കപ്പെടാം. ഇതൊക്കെ നോക്കിയിട്ട് ഇതിനെ കുറച്ചൊന്ന് ടൈറ്റ് ആക്കും. അതല്ലാതെ ഈ 5 വർഷം എന്നുള്ള പീരീഡ് 10 വർഷമാക്കി മാറ്റുന്നത് അത്ര പ്രാക്ടിക്കൽ ആവില്ല, നടക്കാൻ സാധ്യത കുറവാണ്. അത് തന്നെ പുതിയത് വരുന്ന ആളുകൾക്കും അതേ റെജീം തന്നെ കണ്ടിന്യൂ. അപ്പോ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ 35,000 പേർക്ക് കിട്ടുന്നത് ചിലപ്പോ ഒരു 20,000 പേരായിട്ട് കുറയും. കാരണം പലരും ഫെയിൽ ആവും, പലർക്കും ജോലിയുടെ പോയിട്ടുണ്ടാവും, ലാംഗ്വേജ് പാസ്സായിട്ടുണ്ടാവില്ല, ടഫാക്കും. സോ ഹു ആർ ഫിറ്റ് ദേ വിൽ ഗെറ്റ്. അതായിരിക്കും സംഭവിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ NSS വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സാണ്. അപ്പം ഞങ്ങളെപ്പോലെ ഇപ്പോൾ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം PR കിട്ടുന്നതിന് മുമ്പ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും നമ്മളത് PR അപ്ലൈ ചെയ്യുന്ന സമയത്ത്? നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിൽ എത്തുമ്പോൾ യു ആർ നോട്ട് ഏബിൾ ടു ഡു ദ സെൽഫ് എംപ്ലോയ്മെന്റ്. സ്വയം കമ്പനി ഡയറക്ടർ ആവാനോ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാനോ പറ്റില്ല. അത് ബ്രീച്ചിങ് ദ കണ്ടീഷൻസ് അല്ല. നമ്മള് ഫുൾഫിൽ ചെയ്യും, നമ്മുടെ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോ സ്പോൺസർഷിപ്പ് ചെയ്ത ഹസ്ബൻഡ് ഉണ്ട് കൂടെ, അപ്പം ഡിപെൻഡൻസിന് ചെയ്യാം. ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾക്ക് ആരാണോ സ്കിൽഡ് വർക്കർ അവർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല. 20 hours എക്സ്ട്രാ വർക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് സെൽഫ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യണ്ട, കമ്പനി ഫോം ചെയ്യണ്ട. ഇത് രണ്ടും ചെയ്യുന്നത് സ്കിൽഡ് വർക്കറുടെ വിസ കളയും. അപ്പൊ നിങ്ങൾ PR ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഹസ്ബൻഡിന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിൽ വേണമെങ്കിൽ 20 hours നിങ്ങൾക്ക് വർക്കും ചെയ്യാം നിങ്ങളുടെ ബിസിനസ്, അത് കുഴപ്പമില്ല. പേറോളിന് ശമ്പളം എടുത്ത് അവിടെ പോയി വർക്ക് ചെയ്യാം. ഈവൻ പേറോള് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, യു ക്യാൻ വർക്ക് 20 hours. ബട്ട് യു കാൺ ബി എ ഷെയർ ഹോൾഡർ ഓർ എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആവശ്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അവനൊരു സ്കിൽഡ് വർക്കർ ബേസിൽ സ്കിൽഡ് വർക്കർ ബേസിൽ ഇപ്പോൾ 3 year കംപ്ലീറ്റ് ആയി. അവനപ്പോൾ ഒരു നഴ്സിനെ കല്യാണം കഴിച്ചു. സ്കിൽഡ് വർക്കർ ബേസിൽ തന്നെയുള്ള ഒരു നഴ്സിനെ കല്യാണം കഴിച്ചു. അപ്പം പുള്ളിക്കാരി ഏകദേശം 4 വർഷം ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ ഡിപ്പെൻഡന്റ് വിസയിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവന്റെ ഈ 5 years അത് ബ്രേക്ക് ആവും. അയാളുടെ പിന്നെ ഈ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള 5 വർഷം കൂട്ടുള്ളൂ, ഇത് കൂട്ടില്ല. ഇപ്പൊ വർക്ക് ചെയ്തേക്കുന്നത് ഇപ്പൊ ടാക്സ് പെയ്ഡ് ആണെങ്കിലും NI പെയ്ഡ് ആണെങ്കിലും നമ്മളൊന്നുകിൽ ഒറ്റ പോയിന്റ് സ്കിൽഡ് വർക്കർ ആയിരിക്കണം 5 വർഷം, അതല്ലെങ്കിൽ ഡിപ്പെൻഡന്റ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് പറ്റില്ല. ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു നോർമൽ മൈഗ്രൻ്റ് ആയിട്ട് നമ്മൾ ഒരു PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം ക്രൈറ്റീരിയകളാണ് അവർ ചോദിക്കുന്നത്? അപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിയമപരമായി നമുക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ ലീഗലായിട്ട് തന്നെ ഒരു PR അപ്ലൈ ചെയ്യണമെങ്കിൽ ആസ് എ മൈഗ്രൻ്റ് നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ഒരു പബ്ലിക്കിൻ്റെ ഒരു ഇതായിട്ടൊന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സ്കിൽഡ് വർക്കറായിട്ട് ആണല്ലോ മിക്കവരും പറയുന്നത്. അത് മെയിനായിട്ട് 5 year നിങ്ങൾ ഒരു എംപ്ലോയ്മെന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് ഒന്നാമത്തെ റിക്വയർമെന്റ്. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 1 month പേ സ്ലിപ്പും എംപ്ലോയർ ലെറ്ററും ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ആ പേ സ്ലിപ്പിൽ നിന്ന് വന്ന സാലറിയും കാണിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് മാത്രമേ റിക്വയർമെന്റ് ഉള്ളൂ. 5 year യു കനോട്ട് ബ്രേക്ക് ദ സ്കിൽഡ് വർക്കർ തിങ്. ആൻഡ് പിന്നെ സിവിൽ കോർട്ട് ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ പണിഷ്മെന്റ്, അതായത് നിങ്ങളെ ഒഫൻസ് അതായത് ശിക്ഷിക്കാൻ പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടില്ല. ഇത്തരം കാര്യങ്ങളുള്ളൂ. പിന്നെ ലൈഫിൽ UK പാസ്സാവണം. പിന്നെ ഏതോ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് B2 അത് പാസ്സാവണം. അത് ഓൾറെഡി നിങ്ങൾ മറ്റേ സ്കിൽഡ് വർക്കേഴ്സ് പാസ്സായിട്ടുണ്ടാവും, എക്സാംപ്റ്റഡ് ആണ്. ഈ പറഞ്ഞ ഒഫൻസസ് ഉണ്ടാവാൻ പാടില്ല, സിവിൽ കോർട്ട് ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ 5 year കംപ്ലീറ്റ് എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി. അത് അവര് എത്ര എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്താലും അതൊന്നും ചോദിക്കുന്നില്ല. ലാസ്റ്റ് 1 month കൊടുത്താൽ മതി. പക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് 5 year നിങ്ങൾ വർക്ക് ചെയ്ത സമയത്തെ ലീവുകൾ, അതായത് അതെല്ലാം പെയ്ഡ് ആനുവൽ ലീവ് ആണെന്ന് ഒരു പേപ്പറും വേണം. നിങ്ങളൊരു ഹോളിഡേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ എംപ്ലോയർ കൺഫേം ചെയ്യുകയോ ഓർ വി ഹാവ് ടു ഗീവ് ദാറ്റ് പേ സ്ലിപ്പ് ആ സമയത്ത്. അത് പെയ്ഡ് അല്ലാന്ന് കാണിക്കാൻ പാടില്ല. എത്രയൊക്കെ ഹോളിഡേ ഉണ്ടോ അതൊക്കെ പെയ്ഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഹലോ, ഒരു ഡിപ്പെൻഡന്റ് സ്കിൽഡ് വർക്കർ വിഷയങ്ങളുണ്ട്. 5 years കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് എക്സ്പയർ ആയ കോഴ്സ് അല്ലേ സ്കിൽഡ് വർക്കറിന്റെ, അതേ സെയിം ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കോപ്പി ചെയ്യും. അതായത് എക്സ്പയർഡ് ഡേറ്റ് ആയി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് TBS ഡിപ്പെൻഡന്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. 2.5 year വിസ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ 1 മാസം മുമ്പ് വന്നേന്ന് ചോദിക്കും. വൈഫ് ഇപ്പോൾ ILR-ആയി 1 month കഴിഞ്ഞു, 5 വർഷം ആയിട്ടില്ല. അപ്പോൾ 5 വർഷം എല്ലാ 2.5 വർഷവും ഈ 200 കെയർ വിസയുടെ ഡിപ്പെൻഡന്റ് ആയി, നഴ്സ് വിസയുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം 5 വർഷം. TBS വൈഫ് ILR-ആയതൊരു വിഷയമല്ല. ഓക്കെ, നിങ്ങൾ 5 വർഷം ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റിയിൽ സെറ്റ് നോക്കി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് അതായത് നമ്മൾ മിനിമം 2.5 years ആണോ അതെ കിട്ടുന്നത്? മിനിമം 2. അതായത് നിങ്ങളുടെ വൈഫിന്റെ ലാസ്റ്റ് COS നമ്മൾ വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ IHS എക്സ്ട്രാ നമ്മളിപ്പോ 2.5 years ഒരു 1 year ആണോ നമ്മുടെ ക്വാളിഫൈ പെൻഡിങ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ 2.5 years കോഴ്സിനുള്ള
ഫീസ് അടച്ചല്ലോ IHS ഫീസ് IHS അടക്കണ്ട. അത് മറ്റേ ഹെൽത്ത് വേണ്ട. നോൺ ഹെൽത്ത് ആ പൈസ അടച്ചിട്ടുണ്ടി വരും. IHS ചാർജ് അടക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു സാർ. കുട്ടികൾ A-level പഠനം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പഠനത്തിന് പോകുമ്പോൾ ഇവിടെ പുതിയതായിട്ടുള്ള വന്ന ആൾക്കാർ, അതായത് 1 വർഷം 2 വർഷമൊക്കെ ആയ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ഫീസ് ഈടാക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ള ഹയർ ഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ശരിക്കും ഗവൺമെന്റിന്റെ റൂളിലുള്ള പരിധി എന്താണ്? 3 വർഷമാണോ 5 വർഷമാണോ എത്ര വർഷം കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്നൊഴിവായി ഡിസ്കൗണ്ട് കിട്ടി പഠിക്കാൻ പറ്റുന്നത്? അത് ഇവിടുത്തെ നിങ്ങളുടെ പാരന്റ്സിന്റെ ഈ കുട്ടികളുടെ റെസിഡൻസി ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുക. പാരന്റ്സ് എത്ര വർഷം പൂർത്തിയാക്കി ഇവിടെ, ഈ കുട്ടി എത്ര വർഷം പൂർത്തിയാക്കി എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഫീസ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അത് സെറ്റിൽമെന്റ് ആണെങ്കിൽ ഇല്ല. അല്ലാതെ ഈ പീരീഡില് ഒരു 5 വർഷം 7 വർഷമായ പാരന്റ്സ്, കുട്ടി 3 വർഷം, അപ്പൊ അത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഫീസിന്റെ കാൽക്കുലേഷൻ, എത്രത്തോളം പെർസെന്റേജ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ് എന്ന് അവർ നിശ്ചയിക്കുന്നത്. അപ്പൊ അവർ മെയിൻ ആയിട്ട് അത്തരം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ കൗൺസിൽ ടാക്സ് ബിൽസ്, റെസിഡൻസി പ്രൂഫ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറയും. എന്നിട്ട് അവർ നമുക്കൊരു ഫിഗർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ക്രൈറ്റീരിയ ആണ്. അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. അങ്ങനെ ആ ഓരോ യൂണിവേഴ്സിറ്റിയുടെ റൂൾ പ്രകാരമാണ് അവർ നിശ്ചയിക്കുന്നത്. ഓക്കെ, PR അല്ലാത്ത ആളുകൾ. ഓക്കെ സാർ, ഒരു ചോദ്യം ചോദിക്കട്ടെ. യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് PR കിട്ടിയിട്ടില്ല. ഈവൻ ഈ 10 വർഷം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ പുതിയ വൈദ്യുത ഈ പ്രോഗ്രാം വയ്ക്കുന്ന ഒരു സാഹചര്യത്തില് ആ കുട്ടിയെ സംബന്ധിച്ച് പുതിയൊരു ലോൺ കിട്ടുമോ? അതിനുശേഷം ആ കുട്ടിയുടെ അതിന്റെ അടുത്തൊരു സൊല്യൂഷൻ എന്താണ്? ക്വസ്റ്റ്യനാണ്. സ്വാഭാവികമായിട്ട് അത്തരം ലോണുകൾ പ്രൈവറ്റ് ആയിട്ട് ആളുകൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വരുന്ന പലരും 15, 16, 17 വയസ്സായ കുട്ടികളായിട്ട് വരുന്നവരുണ്ട്, സ്കിൽഡ് വർക്കർ. അവർക്ക് പല ലോൺസ് അവൈലബിൾ ആണ്. അത്തരം ലോൺസ് ഒക്കെ എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഏരിയയിൽ ഏതൊക്കെ ലോണാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ എടുക്കാവുന്നതാണ് ഇവിടുത്തെ റെസിഡന്റ് എന്നുള്ള നിലയിൽ. പിന്നെ പല റെസിഡന്റ് സ്റ്റുഡൻസിനും പല ഫീസില് പല അളവുകളുണ്ട്, പല ഫണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ പല യൂണിവേഴ്സിറ്റിയിലും പല രീതിയിലാണ്. അതൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷുറൻസ് കിട്ടാൻ വഴിയുണ്ടോ? അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് മെഡിക്കൽ ഇൻഷുറൻസ് അത് ഏജൻസികളൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്ന നാട്ടിലൊക്കെയുള്ള ഏജൻസികളുണ്ടല്ലോ, ഒരുപാട് ഏജൻസികൾ കിട്ടും. അത് ഇവിടുന്ന് കിട്ടില്ല എന്നുള്ളൂ. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, ട്രാവൽ ഏജൻസികൾ വഴി കിട്ടുമല്ലോ. ഹലോ, എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിരിക്കും. താങ്ക് യു സുരേഷ്. എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അസോസിയേഷന്റെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം സുരേഷിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സർവീസ് ഒന്നും ഫ്രീ അല്ല, പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വിളിക്കാന്നുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.